പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 30 തിങ്കളാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാൻ നന്ദി പറയാം. കർത്താവേ, ഈ ദിവസം മുഴുവനും അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് അവിടുത്തെ കൃപ നിറഞ്ഞു നിൽക്കട്ടെ. ഇന്ന് രൂപതകളിലെല്ലാം തിരുസൈത്ത് വെഞ്ചിരിപ്പ് നടക്കുന്ന ദിവസമാണ്. കർത്താവെ, അനുഗ്രഹപ്രദമായ ശുശ്രൂഷയായി എല്ലാ രൂപതകളിലെയും തിരുസൈത്ത് വെഞ്ചിരിപ്പ് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 19 അധ്യായം 45 ധ്യാനിക്കാം. അനന്തരം അവൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. ദൈവാലയം ദൈവത്തിൻ്റെ ഭവനമാണ്. അത് ദൈവത്തിൻ്റെ അവകാശ സ്ഥലമാണ്. അത് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവിടെ ഇടമില്ല. പ്രാർത്ഥനയ്ക്കല്ലാതെ ആ സ്ഥലം ഉപയോഗിക്കുന്നത് അവിടത്തേക്ക് ഇഷ്ടവുമല്ല. ഓരോ ഹൃദയവും ഓരോ ദൈവാലയമാണെന്ന സത്യം നമുക്കിന്ന് ഓർക്കാം. ഓരോ സ്ഥലത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. ഓരോ പ്രവർത്തനത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉദ്ദേശം ദൈവത്തെ സ്തുതിക്കലായിരിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവേ, ജീവിതത്തിലെ ഓരോ കാര്യവും ഉദ്ദേശശുദ്ധിയോടെ ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.